നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഏവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ് ബജാജ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 110 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. പഴയ ചേതക് എന്ന മോഡൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ബജാജ് ഈ ഒരു EVക്കും ആ ഒരു പേര് തന്നെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഈ വണ്ടിക്ക് ബജാജ് കൊടുത്തിട്ടുള്ളത്. നല്ല റൈഡിംഗ് കംഫോർട്ടാണ് ചേതക്കിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. രണ്ടു പേർക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ ഈ വണ്ടിയിൽ സാധിക്കും. നല്ല വെയിറ്റും വണ്ടിക്ക് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റിയാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് മോശം റോഡുകളിൽ ഓടിക്കുമ്പോഴും നല്ല സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സസ്പെൻഷനും ഈ വണ്ടി നൽകുന്നുണ്ട്. ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുമ്പോൾ 3.5 മണിക്കൂറിനകത്താണ് ഈ വണ്ടി ഫുൾ ചാർജ് ആവുന്നത്. അതേപോലെ തന്നെ 1,62,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ ഈ വണ്ടി നമുക്ക് എടുക്കാൻ സാധിക്കും. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പുകൾ, അതുപോലെ തന്നെ ഈ ക്രോം എലമെൻറ്റ്സ്, നമ്മുടെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, അതൊരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വണ്ടിയെ കൂടുതൽ മനോഹരമാക്കുന്നു. മറ്റു വണ്ടികളെല്ലാം പോലെ തന്നെ ബജാജ് ചേതകിനകത്തും മലയാളികളുടെ ആശങ്ക പരിഹരിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഫുട്ബോളിന് മുകളിലായിട്ട് ഒരു ഗ്യാസ് കുറ്റി വെച്ച് പോവുക എന്നുള്ളത് നടക്കാത്ത ഒരു കാര്യമാണ്. നല്ല മികച്ച രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വണ്ടിയിലുള്ളത്. അതിനകത്ത് റേഞ്ച്, സ്പീഡ്, ഓഡോമീറ്റർ, ടൈം എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വണ്ടിയുടെ ബാക്കി ഫങ്ഷൻ സ്വിച്ചുകളാണ് ഏറെ മനോഹരമാക്കുന്ന മറ്റൊരു കാര്യം. നല്ല നിലവാരമുള്ളതും അതുപോലെ തന്നെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടിയ സ്വിച്ചസ് ആണ് ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 2 മോഡുകളാണ് ഈ വണ്ടിയിൽ വരുന്നത്, ഇക്കോ മോഡും അതുപോലെ തന്നെ സ്പോർട്ട് മോഡും. അത് രണ്ടും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ വണ്ടിക്കകത്ത് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് മാനുവലായിട്ട് മാറ്റാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ചസ് ഒന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വണ്ടിയുടെ 2 ഇൻഡിക്കേറ്റർ സ്വിച്ചുകളും 2 വശത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. താഴെ കൊടുത്തിട്ടുള്ള ഹോണാണ്. ഇതിന് താഴെയായിട്ടുള്ള ബട്ടണിലൂടെ നമുക്ക് നമ്മുടെ മ്യൂസിക് പോസ് ആൻഡ് പ്ലേ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ വണ്ടിക്കകത്ത് ഇൻബിൽഡ് ആയിട്ട് മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ ഡ്രൈവ് സ്വിച്ചാണ്. നമ്മുടെ ബ്രേക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം ഡ്രൈവ് സ്വിച്ച് ഞെക്കിയിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് സ്വിച്ച് ഉണ്ട്. ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ളത്, ഇത് ലോങ് പ്രസ് ചെയ്താൽ നമ്മുടെ ബൂട്ട് സ്പേസ് തുറക്കാനും അതുപോലെ തന്നെ സിംഗിൾ ടച്ചിലൂടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള സ്റ്റോറേജ് ഓപ്പൺ ചെയ്യാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഓഡോ ട്രിപ്പ്, അതുപോലെ തന്നെ ട്രിപ്പ് A, B എന്നിവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. $2.5 ലിറ്ററാണ് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് തന്നിട്ടുണ്ട്. ഒരു ഫുൾ സൈസ് ഹെൽമെറ്റും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ബൂട്ട് സ്പേസിനകത്താണ് നമ്മുടെ ചാർജർ പോയിന്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് സിംഗിൾ ടച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള സ്റ്റോറേജ് സ്പേസ് ഓപ്പൺ ആകുക. ഈ സ്റ്റോറേജ് സ്പേസിനകത്താണ് നമ്മുടെ ചാർജിങ് കിറ്റ് നമുക്ക് വെക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
USB ചാർജിങ് സോക്കറ്റും ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ സീറ്റിൻ്റെ ഈ വശത്തായിട്ടാണ് നമ്മളെ ഒരു ക്യാരി ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. 3 kg മാക്സിമം എന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ കവറിലോ അതുപോലുള്ള വാനിറ്റി ബാഗൊക്കെ നമുക്കിവിടെ ഹാങ് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റൈലിഷായ അലോയ് വീലാണ് കമ്പനി ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫൂട്രസ്റ്റ് ബാക്കിലിരിക്കുന്ന യാത്രക്കാരന് കൂടുതൽ കംഫേർട്ട് നൽകുന്നു. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ വണ്ടി തികച്ചും കീലെസ് ആണ്. നമുക്ക് ഈ കീ നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊരു തിരക്കിലായാലും നമ്മുടെ വണ്ടി കണ്ടെത്താൻ ഈ റിമോട്ട് സംവിധാനത്തിലുള്ള കീ നമ്മളെ സഹായിക്കുന്നു. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമുക്ക് ഇലക്ട്രിക്കലി ഹാൻഡിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു നിലവിൽ ഈ വണ്ടിയുള്ളത് ഹാൻഡിൽ ലോക്കിലാണ്. നമുക്കൊരു സിംഗിൾ ടച്ചിലൂടെ ഈ വണ്ടി അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വണ്ടി ഹാൻഡിൽ ലോക്ക് റിലീസ് ആയിട്ടുണ്ട്. മറ്റ് 2 എതിരാളികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്കുള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഈ വണ്ടിക്കകത്ത് ഒരു സെൻട്രൽ സ്റ്റാൻഡ് കമ്പനി നൽകിയിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും മികച്ച ഡിസൈനുമുള്ള ഈ വാഹനം ഏത് പ്രായപരിധിയിലുള്ള ആളുകൾക്കും ചേരുന്നതാണ്. ബജാജ് ചേതക്കിൻ്റെ ഈ വാഹനം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കൊണ്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം വരും കാലങ്ങളിൽ മാർക്കറ്റ് കീഴടക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. എല്ലാവർക്കും നമസ്കാരം.